അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഈ സി പി ഐയുടെ ഇപ്പോഴത്തെ കാര്യം. സി പി ഐ സി പി എമ്മിൻ്റെ മേൽ അതിനിശിതമായ വിമർശനമാണ് ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ നടത്തിയത്. സി പി ഐയുടെ തന്നെ കഴിവുകേടിനെ കുറിച്ചും വിമർശനമൊക്കെ ഉയർന്നു. അതുകൊണ്ടും അരിശം തീരാഞ്ഞിട്ട് സി പി ഐ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് 2021 എൽ ഡി എഫിലേക്ക് വരുന്ന സമയത്ത് തന്നെ, അന്ന് കാനമായിരുന്നു പാർട്ടി സെക്രട്ടറി സി പി ഐയുടെ, അതിശക്തമായ എതിർപ്പുണ്ടായതാണ്. കാരണം മാണി വിഭാഗം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ഘടകകക്ഷിയിലെ പ്രഥമ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആദ്യം. പക്ഷേ പിന്നീട് അതിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. സി പി ഐയുടെ ആ പദവി തന്നെ തുടരുകയും ചെയ്തു. ഇപ്പോൾ സി പി ഐ കണ്ടെത്തുന്നത് ഈ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്ന്, ജോസ് കെ മാണി തന്നെ പാലയിൽ തോറ്റു. അതായത് നേതാക്കന്മാർ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ, അണികൾ വന്നില്ല. അണികൾ വരണമല്ലോ, എങ്കിലല്ലേ അത് വോട്ടായി മാറുകയുള്ളൂ. അങ്ങനെ വരാതിരുന്നതിൻ്റെ തെളിവ് കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും കണ്ടത്. 2 ചിഹ്നത്തിലാണല്ലോ മത്സരിച്ചത്. എന്നിട്ട് എന്തുകൊണ്ട് വോട്ട് നഷ്ടപ്പെട്ടു അവർക്ക്? നമുക്കറിയാം, കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് മലയോര കർഷകരുടെ കേന്ദ്രം തന്നെയാണ്. പിന്നെ ക്രൈസ്തവർ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ്. കാർഷിക കാര്യങ്ങൾ കൂടുതലായിട്ട് സംരക്ഷിക്കുന്നവരാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ വന്യജീവി പ്രശ്നം എടുത്തിട്ടുകൊണ്ട് അടിയന്തരമായി നിയമസഭ വിളിച്ചുകൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് എൽ ഡി എഫിലൊരു സമ്മർദ്ദ തന്ത്രം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവരുടെ പാർട്ടിയുടെ വോട്ട് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഈ സി പി എം ആണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഗുണമുണ്ടായി എന്ന്. 2021 പിണറായി വിജയൻ ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർത്തത്. നമുക്കറിയാം, പാലയിൽ തോറ്റതോ തോപ്പിച്ചതോ എന്നുള്ളതും പിന്നാമ്പുറ വർത്തമാനമുണ്ട്. കാരണം ജയിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് തലവേദനയാകും. അതായത് ബാർഗെയിനിങ് ഉണ്ടാകും, ജോസ് കെ മാണി നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ജയിപ്പിക്കാത്തത് കൊണ്ട് എന്ത് പറ്റി? ജോസ് കെ മാണി വീണ്ടും ഇപ്പോൾ മറുകണ്ഠം ചാടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. സി പി ഐയുടെ ജില്ലാ സമ്മേളനം പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ അവർ കൂടി കേരള കോൺഗ്രസിനെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം കൂടി കിട്ടുകയാണ്. അവരല്ലെങ്കിലോ നോക്കിയിരിക്കുകയാണ്. ഈ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെയാണ്. കേരള കോൺഗ്രസ്സുകാർ ഇപ്പുറത്തേക്ക് ചാടാൻ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ടൊരു ഉന്തൂട് ഉന്തുന്നത്. അപ്പം സി പി ഐ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ്സിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, അണികളൊക്കെ ഇപ്പോഴും അപ്പുറത്ത് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ജോസ് കെ മാണിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അണികൾ നിൽക്കുന്നിടത്തേക്ക് പോകാൻ തീർച്ചപ്പെടുത്തുന്നത്. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നട്ടം തിരിയുകയാണ്. മറ്റൊന്നുമല്ല, ഈ 100 വർഷം തികയുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ ഇതുപോലെ മറ്റൊരു പ്രസ്ഥാനത്തിനും കൂടി 100 വയസ്സ് തികയുന്നുണ്ട്. അത് RSS ആണ്. RSS ഇന്ന് എവിടെ നിൽക്കുന്നു? സി പി ഐ ഇന്ന് എവിടെ കിടക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. രണ്ടിനും വയസ്സ് ഒരുപോലെ. ഇവിടെ ഇപ്പോൾ സി പി ഐ ഏതാണ്ട് സി പി എമ്മിനോടൊപ്പം തന്നെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന അവരുടെ ഒരു ബ്രെയിനായിട്ട് നിൽക്കുന്ന ഒന്നാണ് RSS എന്ന് പറയുന്നത്. RSSന്റെ 100 വർഷത്തിൽ
അവരെ സംബന്ധിച്ചിടത്തോളം അവർ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. CPI പടവലങ്ങ പോലെ വളരുകയും ചെയ്യുന്നു. ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള CPIക്ക് ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 2026 എന്തായാലും LDF അധികാരത്തിൽ വരില്ല എന്ന്. വരരുതെന്നും ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ തകർന്നു പോകും. കാരണം അഹങ്കാരത്തിന്റെ പാരമ്യത്തിലാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത്. അത് ഒരു തവണയും കൂടെ കിട്ടിയാലോ അത് മുച്ചൂടുമേ നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് CPI ഇങ്ങനെ ഒരു നിലപാടിൽ എടുക്കുന്നത്. അവർക്കറിയാൻ 2026 കിട്ടില്ല. കാരണം ഈ 21 ജോസ് കെ മാണി വിഭാഗത്തിന് അവിടെ പരാജയമുണ്ടായി. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. അതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു നിരത്തുന്നത് ഈ കോട്ടയത്തെ തോൽവി. കോട്ടയം എന്ന് പറയുന്നത് നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ്. അവിടെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നിൽക്കാൻ കഴിയുക? അപ്പോൾ അവിടെ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാരം അവരുടെ അണികൾ കൂടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ അണികൾ വരാത്ത സാഹചര്യത്തിൽ ഈ പാർട്ടിയെയും കൊണ്ട് എത്ര നാൾ CPM മുമ്പോട്ട് പോകും? CPM ചിലപ്പോൾ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. കാരണം ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് കൂടുതലായിട്ട് സമാഹരിക്കാം എന്നുള്ളതാണ്. പക്ഷെ അണികൾ വന്നിട്ടില്ലല്ലോ. അതാണ് ഇതിനകത്ത് ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത്. CPI അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം കോട്ടയത്തെ ഒരൊറ്റ പരാജയത്തിലൂടെ അത് വ്യക്തമായിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പൊതുവെ കോൺഗ്രസിനോട് ചായ്വ് കാണിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ ചെയ്യുന്നത് എന്ന് പറയുമായിരിക്കും. പക്ഷേ ഈ കടുത്തുരുത്തിയിലും വോട്ട് കുറവായിരുന്നു എന്നുള്ളതാണ്. കോട്ടയം മണ്ഡലത്തിൽ വരുന്ന, ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന കടുത്തുരുത്തിയിലും കേരള കോൺഗ്രസിന് കിട്ടിയ വോട്ട് വളരെ കുറവായിരുന്നു. ഇതൊക്കെ അണികൾ ഇപ്പോഴും പഴയ തട്ടകത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് തെളിയുന്നത്. ഇത് കേരള കോൺഗ്രസിനെയും കൊണ്ട് ഇനി മുമ്പോട്ട് പോക്ക് അത്ര സുഖകരമല്ല. അത് വീണ്ടും പരാജയത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഒരുപക്ഷെ CPI പോലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ LDFനകത്ത് CPMനോടൊപ്പം നിൽക്കുന്നതിനെ പറ്റി തന്നെ. അത് മറ്റൊരു കാര്യമാണ്. അത് അവരെ ഏറെക്കാലം മുമ്പ് ചിന്തിച്ചിട്ടുമുണ്ട്. UDF അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസിലൂടെ ഉണ്ടാകുന്ന 26ലും വലിയൊരു പരാജയത്തിലേക്ക് തന്നെ പോകും. കേരള കോൺഗ്രസ് കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഇതിന് കാരണം CPI ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നതാണ്. ബാർക്കോഴയുടെ പേരിൽ എത്രത്തോളം നമ്മൾ എതിർത്തു, എന്നിട്ട് അവരെയും പിന്നെയും നമ്മൾ റെഡ് കാർപ്പറ്റ് വിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് നമ്മുടെ LDFന്റെ ചില സിദ്ധാന്തവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്നാണ് CPIയുടെ കണ്ടെത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.